ദുരന്തമുണ്ടായ വേലിച്ചാമിപ്പുറത്താണ് ഇപ്പോൾ ശ്രീജിത്ത് ശ്രീകുമാരൻ ഉള്ളത്. ശ്രീജിത്ത്, നേരത്തെ അവിടെയുള്ള ആളുകളോട് ശ്രീജിത്ത് സംസാരിക്കുന്ന ഘട്ടത്തിലൊക്കെ മലയാളികൾ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നുവല്ലോ. ഈ രക്ഷപ്പെട്ട ആളൊക്കെ പറയുന്നുണ്ട് എന്തായിരുന്നു ഇന്നലെ അവിടെ നടന്നത് എന്നതുമായി ബന്ധപ്പെട്ട്. ആ സ്ഥലത്ത് നേരത്തെയും സമാനമായ രീതിയിൽ 2 റാലികൾ നടന്നിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും പ്രശ്നമുണ്ടായിരുന്നില്ല. അതുപോലെ ഒരു ക്രമീകരണം കഴിഞ്ഞ ദിവസം വിജയ് എത്തിയ സമയത്ത് അവിടെ ഒരുക്കാൻ കഴിഞ്ഞില്ല എന്ന് നാട്ടുകാർ പറയുന്ന സാഹചര്യമുണ്ട്. ഈ വിജയ് താമസിച്ചെത്തിയത് കാരണമായി ചൂണ്ടിക്കാണിക്കുന്ന ആളുകളുണ്ട്. അവിടെ വെള്ളവും ഭക്ഷണവും കിട്ടാത്ത സാഹചര്യമായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. ഈ ആളുകളൊക്കെ പൊതുവിൽ എങ്ങനെയാണ് ഈ സംഭവത്തോട് പ്രതികരിക്കുന്നത് അവിടെ, ശ്രീജിത്ത്? ഉന്മേഷ്, നമ്മൾ അല്പസമയം മുൻപാണ് ഭാസ്കരനോട് സംസാരിച്ചത്. ഭാസ്കരൻ മലയാളി ഒന്നുമല്ല, പക്ഷേ അദ്ദേഹം കേരളത്തിൽ നിരവധി തവണ ജോലി ചെയ്ത് മലയാളം നല്ല സ്ഫുടമായി സംസാരിക്കുന്ന ആളാണ് ഭാസ്കരൻ. ഭാസ്കരൻ പറഞ്ഞത് ഭാസ്കരൻ ഈ പ്രദേശത്തുണ്ടായിരുന്നു, അതായത് ഈ വേലുശാമിപുരത്ത് ഭാസ്കരൻ ഈ സംഭവം നടക്കുന്ന ഈ പോലീസ് ഒരു ക്രൈം സീനൊക്കെ വെച്ച ആ മേഖലയിൽ തന്നെ ഭാസ്കരൻ ഉണ്ടായിരുന്നു. അവിടെ ആദ്യഘട്ടത്തിൽ ആളുകൾ മരത്തിന് മുകളിലേക്ക് കയറുകയായിരുന്നു. ആ മരം നമുക്ക് കണ്ടാൽ തന്നെ വളരെ വ്യക്തമാണ്. ആ മരത്തിന് മുകളിലേക്ക് കയറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതൊരു ചെറിയ മരമാണ്. അത് ഒടിഞ്ഞ് പൂർണ്ണമായി താഴത്തേക്ക് വീഴുന്നൊരു സാഹചര്യം ഉണ്ടായി. ശേഷം അതിൻ്റെ മുകളിൽ, ടെറസിന് മുകളിൽ കൊള്ളാവുന്നതിലും അധികം ആളുകൾ കയറി അവിടെ നിന്നും ആളുകൾ താഴേക്ക് പതിക്കുകയായിരുന്നു. അങ്ങനെ താഴേക്ക് പതിച്ച് അതോടുകൂടി ആ കറണ്ട് ഓഫ് ചെയ്യുകയാണ്. വീണ്ടും ഒരു ഉന്തും തള്ളും ആ മേഖലയിൽ ഉണ്ടായി. ആ മേഖലയിൽ തന്നെയാണ് ഇത്തരത്തിൽ ഈ മരണം സംഭവിച്ച മുഴുവൻ ആളുകളും ഉണ്ടായിരുന്നത്, ഈ പരിക്കേറ്റ മുഴുവൻ ആളുകളും ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. ഈ മേഖലയിലേക്ക് 500ഓളം പോലീസുകാർ ഈ മേഖലയിൽ വിന്യസിച്ചിരുന്നു എന്നാണ് അല്പസമയം മുൻപ് എസ് ഡേവിഡ്സൺ, ഇവിടുത്തെ ADGP, കരൂർ ജില്ലയുടെ അടക്കം ചുമതലയുള്ള ADGP നമ്മോടൊക്കെ വ്യക്തമാക്കിയത്. പക്ഷേ ഈ പോലീസുകാർക്കാർക്കും ഇങ്ങോട്ട് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. നാമമാത്രമായ പോലീസുകാർക്കാണ് ഈ തിരക്ക് നിയന്ത്രിക്കാൻ ഇവിടേക്ക് വരാൻ വേണ്ടി കഴിഞ്ഞിരുന്നുള്ളൂ. ഇതൊക്കെ തന്നെയാണ് പ്രശ്നത്തിന് കാരണമെന്ന് പറയുന്നത്. ഭാസ്കരൻ മറ്റൊരു കാര്യം കൂടി നമ്മോട് അല്പസമയം മുൻപ് പറഞ്ഞു. ഈ കറണ്ട് ഓഫ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ദുരന്തം വലിയ ദുരന്തമായി മാറിയേനെ. അല്ലെങ്കിൽ ഈ ജനറേറ്റർ അടക്കം മറിഞ്ഞു വീണ് ഈ ഐമാസ് ലൈറ്റിന്റെ മുകളിലേക്ക് അടക്കം ആളുകൾ കയറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് കറണ്ട് ഓഫ് ചെയ്ത് നന്നായി. പക്ഷേ ആ കറണ്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് ആളുകൾ പൂർണ്ണമായി അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തും തള്ളും ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. ദുരന്തത്തിന്റെ അവസാന നേർസാക്ഷ്യം എന്ന തരത്തിലുള്ള ആ കട ഒരു പെട്ടിക്കടയാണ്. ആ പെട്ടിക്കടയൊക്കെ പൂർണ്ണമായി, തട്ടുകടയൊക്കെ പൂർണ്ണമായി തകർന്നു ഇരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ വിജയുടെ പ്രസംഗം ഉച്ചഭാഷണിയിൽ കേൾപ്പിച്ച ആ ഉച്ചഭാഷണികൾ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. പോലീസ് അത് ക്രൈം സീനായി മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ദുരന്തം നടന്നതിന്റെ നേർസാക്ഷ്യം നമുക്ക് മറ്റൊന്നും പറയാനില്ല. അത് ഇത്രയധികം ചെരുപ്പുകൾ, അത് ഏതാണ്ട് ഇവിടെ തൊട്ടുപുറകിൽ ബൈപ്പാസ് റോഡാണ്. ആ ബൈപ്പാസ് റോഡ് മുതൽ ഏതാണ്ട് ഒരു 1.5 കിലോമീറ്ററോളം ദൂരം ഇത്തരത്തിൽ ചെരുപ്പുകൾ തന്നെയാണ് കൂടി കിടക്കുന്നത്. എന്തായാലും ആളുകൾക്ക് വലിയ ദുരന്തം സംഭവിച്ചു. വിജയുടെ കൊടിതോരണങ്ങളും അദ്ദേഹത്തിന്റെ ഫ്ലെക്സുകളും ഒക്കെ തന്നെ ഈ മേഖലയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എന്തായാലും വളരെ വലിയ ദുരന്തം, ആ ദുരന്തത്തിന്റെ നേർസാക്ഷ്യം അനുഭവിച്ച മനുഷ്യർ, അവർ അത് നേരിട്ട് കണ്ട മനുഷ്യർ, അവരൊക്കെ നമ്മോട് പ്രതികരിക്കുകയാണ്. വിജയുടെ ഈ ദുരന്തത്തിന്റെ അവസാന ചിത്രം എന്നോണം വിജയുടെ ചിത്രം വെച്ച ബാഡ്ജ് അടക്കം ഇവിടെ നിലത്ത് ചിന്നിച്ചിതറി കിടക്കുന്ന ഒരു സാഹചര്യം. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ ADGP വന്ന് സ്ഥലം സന്ദർശിച്ച് ഇവിടുത്തെ നാട്ടുകാരോടക്കം കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹം മടങ്ങിപ്പോയിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ചിലരെ പ്രതി ചേർത്തിട്ടുണ്ട്. ഇനി വിജയെ പ്രതി ചേർക്കുമെന്നാണ് എവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും വിജയ് ഇന്നലെ തന്നെ ഇവിടെ നിന്ന് മടങ്ങിപ്പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിലാണുള്ളത്. അതിലും വലിയ വിമർശനം അല്പസമയം മുമ്പ് നമ്മോട് സംസാരിച്ച നാട്ടുകാരൊക്കെ ഉയർത്തുന്നുണ്ട്. പോലീസിനെ വിമർശിക്കുന്നുണ്ട്, സിസ്റ്റത്തെ, സ്റ്റേറ്റിനെ വിമർശിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ചെറുതല്ലാത്ത തരത്തിൽ വിജയെയും കാര്യമായ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. അദ്ദേഹം ഇവിടെ തന്നെ വേണമായിരുന്നു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ബൗൺസേഴ്സ് നേരത്തെ അദ്ദേഹത്തിന്റെ ആരാധകരെ എടുത്ത് എറിയുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോഴൊക്കെ ആ ബൗൺസേഴ്സിനെ തടഞ്ഞു മാറ്റാനും ആരാധകരോട് നല്ല സ്നേഹം കാണിക്കുന്ന വിജയ് എന്തുകൊണ്ട് ഇത്ര വലിയൊരു ദുരന്തം നടന്ന് ശൈശവദശയിലൊരു പാർട്ടിയുടെ നേതാവായിട്ട് പോലും എന്തുകൊണ്ട് ഇങ്ങനെ പക്വമായ രീതിയിലുള്ള പെരുമാറ്റം വിജയുടെ ഭാഗത്ത് നിന്ന് മുൻ പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നത് പോലെ ഉണ്ടാകുന്നില്ല എന്ന ചോദ്യം വരുന്നുണ്ട്. എന്തായാലും ദുരന്തത്തിന്റെ നേർസാക്ഷ്യം ദുരന്ത ഭൂമിയിൽ കരൂരിൽ നിന്ന് നമുക്ക് കണ്ടറിയാനാകും. ഇവിടെ നിൽക്കുമ്പോൾ നേരത്തെ ഈ ADGP സംസാരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം കഴിഞ്ഞ ആഴ്ച നടന്ന മറ്റൊരു പരിപാടിയെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നുവല്ലോ. അപ്പോൾ അന്ന് എത്രത്തോളം പോലീസ് സന്നാഹം അവിടെ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ ഇരട്ടിയിലേറെ പോലീസ് ഈ വിജയ് വരുന്ന സമയത്തുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ നാട്ടുകാരും പറയുന്നുണ്ടായിരുന്നുവല്ലോ, 1-2 ആഴ്ചയ്ക്ക് മുൻപ് അവിടെ മറ്റൊരു പരിപാടി നടന്നു, അന്ന് എങ്ങനെയാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയതെന്നൊക്കെ അവരും സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിൽ വലിയ ആൾക്കൂട്ടം ഇന്നലത്തെ പരിപാടിയിലേക്ക് എത്തിയെന്നാണോ ശ്രീജിത്ത്?
തീർച്ചയായും 10,000 പേർക്കുള്ള ഒരു അനുമതി അവർ വാങ്ങിയിട്ടുണ്ട്. ആ 10,000 പേർക്കുള്ള അനുമതി എങ്ങനെ പോലീസ് ഈ റോഡിൽ നൽകിയെന്നതിനൊക്കെ മറുപടി പോലീസ് വീണ്ടും പറയേണ്ടിയിരിക്കുന്നു. ജുഡീഷ്യൽ കമ്മീഷനൊക്കെ അത്തരത്തിലുള്ള അന്വേഷണങ്ങളിലേക്ക് കടക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. എന്തായാലും ഈ 10,000 പേർക്കൊന്നും ഈ റോഡിൽ ഇത്രത്തോളം അങ്ങ് ഇരിക്കാനുള്ള അല്ലെങ്കിൽ നിൽക്കാനുള്ള ഒരു സംവിധാനങ്ങളൊക്കെ തന്നെ ഉണ്ട് എന്ന് നമുക്ക് തോന്നില്ല. കാരണം തീർത്തും നിബിഡമാണ്, ജനനിബിഡമായ പ്രദേശം, കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം. ഇത് കൂടാതെ ഈ പ്രധാനമായും ഇതിൻ്റെ പല മതിലുകൾക്ക് മുകളിലും കുപ്പിച്ചില്ലുകൾ കുത്തിവെച്ചിട്ടുണ്ട്. സ്വാഭാവികമാണ് അതിന് മുകളിലേക്കൊക്കെ കയറി പറ്റിക്കഴിഞ്ഞാൽ വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ എന്തുകൊണ്ടാണ് ഈ 10,000 പേർക്കുള്ള അനുമതി അവിടെ നൽകിയതെന്ന ചോദ്യത്തിന് എന്തായാലും സർക്കാർ അല്ലെങ്കിൽ സിസ്റ്റം മറുപടി പറയേണ്ടി വരും. വെള്ളം, അതായത് നേരത്തെ പറഞ്ഞില്ലേ 12 മണിയോടുകൂടി വിജയ് എത്തുമെന്ന് എന്ന് പറഞ്ഞു 9 മണിക്കും 10 മണിക്കും ഒക്കെ വന്ന ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. ആ മേഖലയിലൊക്കെ തന്നെ ആ സമയത്ത് കടകൾ തുറന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നാട്ടുകാർ ചേരുന്നുണ്ട് ഈ പ്രദേശത്ത്. നേരത്തെ ഇരുന്നതാ என்ன സംഭവിച്ചിருக்கு என்ன സംഭവിച്ചது சம்பவம் என்ன இஷ்யூ என்ன நடந்தது என்ன நடந்ததுன்னா அங்கேருந்து விஜய் அங்கேருந்து வந்தாருங்க. வந்து எல்லாம் பூரா தண்ணி போதை, பயங்கரமான போதை, அங்கேயே எல்லாம் குறுக்கட்டிட்டாங்க. இந்த இடத்துல ஷாப் ஒன்றும் கிடையாது, தண்ணி ஏதாவது ஷாப் எல்லாம் அடைச்சிருக்கா? அது எல்லாமே அடைச்சிருக்கு, எல்லாமே அடைச்சிருக்கு. இப்போ ப்ரைவேட்டில் விற்கிறாங்களா பிடிச்சிருக்காங்க. அங்கேருந்து எல்லாம் பார்க்குறோம்னா போலீஸ் பாதுகாப்பு இல்லை, ஜனங்க கூட்ட நெரிச்சல். காலையில் 12:30 மணிக்கு வர்றாங்கன்னாங்க, 12:30 மணிக்கு வரல. 6 மணி வரல பாவம் காலையிலேருந்து தண்ணி இல்லாமல் கஞ்சி இல்லாமல் தன்னால் சீப்பட்டு சின்னப்பட்டு தண்ணி பாட்டில் கூட கிடையாது, எந்த பாட்டிலும் கிடையாது. அப்படி ரொம்ப அவசரப்பட்டு எல்லாம் குழந்தையும் சாப்பாட்டுக்கு வழி இல்லாமல் தண்ணி பாட்டில் இல்லாமல் ரொம்ப மயங்கி கிடந்தாங்க. விஜய்க்கு அரசியலுக்கு சம்மந்தமில்லாத வேலை இதெல்லாம். அது ஒன்றும் தெரியணும், அரசியல் தெரியணும். அரசியல் தெரியாத ஆள் இதை மாதிரி வச்சுட்டு இந்த மாதிரி பண்ணுனா என்ன அர்த்தம்? அரசியலுங்கிற வேலையே அவருக்கு சுத்தமாக கிடையாது. எப்படி சினிமாவில் நடித்தாரோ அதே மாதிரி நடிக்கலாம்னு சொல்லி இந்த மாதிரி காட்டப் பண்ணி இன்றைக்கி 40 உயிர் பறி கொடுத்துட்டு அவர் பாட்டில் போய் அங்கே போய் சோபாவில் படுத்து தூங்குறாரு. இங்கே யார் என்ன பண்ணுறாங்க? எல்லாம் அவங்க பிள்ளையை வச்சுட்டு என்னென்னமா சோகத்தில் என்னமா അലയறாங்க. തീർച്ചയായും വിജയ്ക്കെതിരായ ഒരു വലിയ പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കേട്ടത്. എന്താ ചേട്ടൻ്റെ പേരെന്താ? ആർ പെരുമാൾ. ഈ നാട്ടുകാരനാണ്. വലിയ പ്രതിഷേധം ഇതുപോലെ ഉയരുന്നുണ്ട്. ഏതായാലും അദ്ദേഹം പറയുന്നത്, നാട്ടുകാരൻ പറയുന്നത് വിജയ്ക്കെതിരെയാണ്. രാഷ്ട്രീയം അറിയണം ഇത്തരം ഇതിനിറങ്ങുമ്പോൾ, പ്രചാരണത്തിനിറങ്ങുമ്പോൾ എന്ന് അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. അവിടെ ഇപ്പോഴും ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. പോലീസ് അവിടെ പരിശോധനകളൊക്കെ രാവിലെ നടത്തുകയും ചെയ്തിരുന്നു. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വേലിച്ചാമ്യപുരത്ത് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.